എറണാകുളം കത്തൂർക്കടവിലെ DJ പാർട്ടിയില് സ്ത്രീ കുപ്പി പൊട്ടിച്ച് തന്റെ സുഹൃത്തിനെ കുത്തി. എറണാകുളം കത്തൂർക്കടവിലുള്ള ആ പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ബാറാണ് വേദി. അവിടെ ഇന്നലെ ഒരു DJ പാർട്ടി നടന്നു. DJ പാർട്ടി ശനി ഞായർ ദിവസങ്ങളിൽ ഈ ബാറിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. എറണാകുളത്തെ പല ബാറുകളിലും DJ പാർട്ടി ഇതുപോലെ നടക്കുകയാണ്. ഒരു പുതിയ സംസ്കാരം ഉടലെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് DJ പാർട്ടിയിലെ തള്ളുകൂടി ആ സംഭവത്തിൽ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പങ്കെടുക്കണമെങ്കിൽ 3000 രൂപ കൊടുക്കണം. ഒരാൾക്ക് 3000 രൂപ. ശനി ഞായർ ദിവസങ്ങളിലാണ് എല്ലാ ബാറുകളിലും ഉണ്ട്. അതുപോലെ തന്നെ കത്തൂർക്കടവിലെ എടശ്ശേരി ബാറിലും ഈ സംഭവം ഉണ്ടായി. അവിടെയും DJ പാർട്ടി ഉണ്ട്. കഴിഞ്ഞ ദിവസം DJ പാർട്ടി നടത്തി കഴിഞ്ഞപ്പോൾ ആ DJ പാർട്ടി പങ്കെടുത്ത ചില സിനിമാ താരങ്ങള്, ചില ഗായകര് ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പാർട്ടിയാണ്. ഇതിനു മുമ്പ് പല സന്ദർഭത്തിലും എറണാകുളത്തെ DJ പാർട്ടികളെ പറ്റി അവിടെ കുത്തും അടിയും വെട്ടും ഒക്കെ ഉണ്ടായി. അവിടെ നിന്ന് ഇറങ്ങി ഓടി ചില പെൺകുട്ടികൾ, അവര് മരണപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ ഇപ്പം കത്തൂർക്കടവ് തമ്മനം റോഡിലെ ഇടശ്ശേരി മാൻഷൻ ഹോട്ടലിലെ ബാറിലാണ് ഈ സംഭവം. അവിടെ DJ പാർട്ടി നടക്കുന്നിടത്ത് അവിടെ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരും പുരുഷന്മാരെ വാക്കുതർക്കം ഉണ്ടായി. ഇവരെ ഉദയം പേരിലുള്ള ഒരു സ്ത്രീ, അവർ മദ്യപാനിയാണ്, 29-കാരിയാണ്. അവരും ഒരു ചെറുപ്പക്കാരനും ബഷീർ എന്ന് പറഞ്ഞ ആളുമായിട്ട് വാക്കുതർക്കമായി. ബാറിന്റെ കൗണ്ടറിലിരുന്ന് അവർ തമ്മിൽ തർക്കിച്ചു. ആ തർക്കം മൂത്ത് കഴിഞ്ഞപ്പം ആ സ്ത്രീ പെട്ടെന്ന് സിനിമാ നടൻ ജോസ് പ്രകാശന്റെ നിലവാരത്തിലേക്ക് പോയി. ബാറിലിരുന്ന അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഒരു കുപ്പി എടുത്ത് അവരെ കൗണ്ടറിൽ അടിച്ചു പൊട്ടിച്ചിട്ട് ബഷീർ എന്നയാളെ കുത്തി. അയാളുടെ ചെവിയുടെ പുറകില് കുത്തുകൊണ്ട് ബ്ലീഡ് ചെയ്തു. 4 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. നമ്മൾ സിനിമയിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ജോസ് പ്രകാശം അതുപോലുള്ള വില്ലന്മാര് സാധാരണഗതിയിൽ ഇതുപോലെ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാല് ബാറിലായാലും ശരി വെളിയിലായാലും ശരി കുപ്പി ഉണ്ടെങ്കിൽ കുപ്പി എടുത്ത് ആ കൗണ്ടറിൽ അടിച്ച് ആ കുപ്പിയുടെ പൊട്ടിയ ഭാഗം കൊണ്ട് കുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ധാരാളം കണ്ടിട്ടുണ്ടാവും ഈ സ്ത്രീ ഉദയം പേരുകാരി. അതേ സ്റ്റൈലിൽ തന്നെയാണ് ആ സ്ത്രീ കാണിച്ചത്. അങ്ങനെ ബാറിന്റെ കൗണ്ടറിലെ ഇരുന്ന കുപ്പി എടുത്ത് പൊട്ടിച്ച് അതിന്റെ ആ മൊനവശം കൊണ്ട് അയാൾക്കിട്ട് കുത്തി ചെവിയുടെ പുറകെ കൊണ്ടു 4 സ്റ്റിച്ച് ഇട്ടു എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഈ ബഹളം കെട്ടപ്പം നാട്ടുകാർ അവിടെ ഓടിക്കൂടി. അതിന് ചുറ്റും ആൾക്കൂട്ടത്തിരി ഉണ്ടായി. നോർത്ത് പോലീസും അവിടുത്തെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് അവിടെ പാഞ്ഞെത്തി. ആ സംഘർഷം ഉണ്ടായ സ്ഥലത്ത് അവർ ഇടപെട്ടു. അതിനുശേഷം ഈ യുവതിയെ കസ്റ്റഡിയിലെടുത്തു. കുത്തുകൊണ്ട് ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2 കേസുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അവിടുത്തെ കുത്തുകിട്ടിയ ബഷീറിന്റെ പേരിലും, ബഷീർ വാദിയായിട്ടും, അതുപോലെ കുത്തിയ സ്ത്രീ അതിൻ്റെ അകത്ത് പ്രതിയായി. അത് തന്നെയല്ല, ബാറിലെ പ്രശ്നത്തിന് അടുത്തൊരു കേസ് കൂടെ എടുത്തിട്ടുണ്ട്. 2 കേസുകൾ അങ്ങനെ നോർത്ത് പോലീസ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഈ എടശ്ശേരി ബാറില് നേരത്തെ, കത്തൂർക്കടവിലെ ഈ ബാറില് നേരത്തെ ഒരു വെടിവെപ്പുണ്ടായ സംഭവം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഫെബ്രുവരി 2024 അവിടെ രാത്രി 11 മണിക്കാണ് ആ വെടിവെപ്പ് ഉണ്ടായത്. എടപ്പള്ളിയിലുള്ള 1-2 ബാറിലൊക്കെ പോയി അടിച്ച് പൂസായി. ഗുണ്ടകൾ അവിടെ ബാർ അടച്ചപ്പം അവര് നേരെ ഈ കത്തൂർക്കടവിലെ എടശ്ശേരി ബാറിലെത്തി. ബാർ അടയ്ക്കാൻ നേരത്ത് ബാർ തുറക്കണമെന്ന് പറഞ്ഞ് ബലമായിട്ട് അവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ ബാർ മാനേജറെ ഇവർ മർദ്ദിച്ചു. ഇത് കണ്ട് അവിടുത്തെ സഹപ്രവർത്തകർ മാനേജരെ രക്ഷപ്പെടുത്താനായിട്ട് വന്നപ്പം ഈ വന്ന ഗുണ്ടകളിൽ ഒരാള് ഒരു തോക്കെടുത്ത് അന്തരീക്ഷത്തിലേക്ക് വെടിവെച്ചു. അങ്ങനെ ഒരു സംഭവം ഈ ബാറിൽ നേരത്തെ ഉണ്ടായി. ഈ ബാർ മാത്രമല്ല, എറണാകുളത്തെ പല ബാറുകളിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ DJ പാർട്ടി നിരോധിക്കാനുള്ള നടപടി ഗവൺമെന്റ് എടുക്കണം. കാരണം ആ DJ പാർട്ടി പങ്കെടുത്ത ചില പെൺകുട്ടികൾ വരെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കാറിടിച്ച് എറണാകുളത്ത് ഡിവൈഡറിൽ ചെന്ന് കാറിടിച്ച് മരിച്ച 2 കുട്ടികളെ നമുക്കറിയാം. അവരൊക്കെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളായിരുന്നു. അതിൽ റണ്ണറപ്പായവരെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ 2 പേരും മരണപ്പെട്ട ചരിത്രം നമുക്കിപ്പോൾ ഓർമ്മ വരികയാണ്. എടപ്പള്ളിയിലെ ബാറിൽ നിന്ന് പോയ, അവിടുത്തെ കുടി കഴിഞ്ഞ് പോയിട്ട് കത്തൂർക്കടവ് ബാറിൽ ചെന്ന് അവിടെ തുറക്കാത്തതിനും ബലം പ്രയോഗിച്ച് അവിടെ തുറന്ന്
അന്തരീക്ഷം കലുഷിതമാക്കിയ സംഘർഷമാക്കിയപ്പോഴാണ് വെടിവെപ്പ് ഉണ്ടായത് നേരത്തെ. അത് 2024 ഫെബ്രുവരി തന്നെയാണ്. ഇപ്പോഴ് അവിടെ ഉണ്ടായ സംഭവത്തിന് അവിടെ എറണാകുളം നോർത്ത് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുത്തുകിട്ടിയ ബഷീറിന് പരാതിയില്ല. ബഷീർ തന്നെ തന്നോട് മോശമായി പെരുമാറി, തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെ പീഡനം നടത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴ് മൊഴി ആ പെൺകുട്ടി കൊടുത്തതെന്ന് മനസ്സിലാവുന്നു. ഏതായാലും ആ DJ പാർട്ടിക്ക് അവിടെ വന്നു ചേർന്നതിൽ ചില സിനിമാ താരങ്ങളും ചില പാട്ടുകാരും ഗായകരും പ്രൊഫഷണൽ ഗായകരും ഒക്കെ ഉണ്ട്. അപ്പൊ സമൂഹത്തിലെ ആ സംസ്കാരം, സിനിമയിലുണ്ടായ സംസ്കാരം അല്ലെങ്കിൽ ബാറിലുള്ള സംസ്കാരം പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും പടർന്ന് പിടിച്ചിരിക്കുന്നു. ഗ്രാമങ്ങളിലൊക്കെ ഇപ്പൊ ഇതുപോലെ DJ പാർട്ടികളൊക്കെ നടത്തുന്നുണ്ട്. അവിടെ ചില എൻട്രൻസ് ഫീസ് വാങ്ങിക്കും. അത് നല്ലൊരു പണം ഉണ്ടാക്കാനുള്ള ഒരു വേദിയാണ്. ധാരാളം DJ പാർട്ടികൾ എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. ഇത് സർക്കാർ അടിയന്തരമായിട്ട് ഇത് ബാൻ ചെയ്യണം. കാരണം ഇത് കൈവിട്ടു പോയ ഒരു ഏരിയയാണ്. DJ പാർട്ടികളാണ് ബാറിൽ നടത്തിയില്ലെങ്കിലും വെളിയിൽ നടത്താനായിട്ട് ഗുണ്ടകൾ എല്ലാവരും സർവ്വ സ്ഥലങ്ങളിലും ഗുണ്ടകളുടെ ഈ പ്രകടനം നമ്മൾ കാണുകയാണ്. അത് എന്നൊരു വഴക്കിൽ അവസാനിക്കും. അങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ DJ പാർട്ടികൾ ബാറുകളിലും അതുപോലുള്ള ഗെറ്റുഗദർ നടക്കുന്ന സ്ഥലത്തുള്ള അങ്ങനെ അത് ലിക്കർ ഉപയോഗിച്ച് ചെയ്യുന്നിടത്ത് എക്സൈസുകാരെ പോലീസുകാരെ ഇടപെട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണം. ഗവൺമെന്റ് ഒരു സർക്കുലറോ അതിനല്ലെങ്കിൽ പോലീസ് ആക്ടിനകത്ത് ഒരു അമെന്റ്മെന്റ് പുതിയതായിട്ട് കൊണ്ടുവരേണ്ടിയും വരും. കാരണം DJ പാർട്ടി നടത്തുന്നതും അവിടെ സംഘർഷം ഉണ്ടാകുന്നതും അതിലുള്ളവരൊക്കെ എതിരായിട്ട് കൃത്യമായ ഒരു പ്രൊവിഷൻ പോലീസ് ആക്ടിനകത്ത് കൊണ്ടുവരണം, അമെന്റ് ചെയ്ത് ഗവൺമെന്റ് കൊണ്ടുവരണമെന്ന് അത് ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.